നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആഹാ, എന്തിനാ അമ്മക്കുട്ടി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? അങ്കിള് വഴക്ക് പറഞ്ഞോ? അങ്കിൾ, ഞാൻ കള്ളക്കളി കളിക്കാന്ന് പറഞ്ഞു. ഞാൻ ഔട്ടൊന്നും ആയില്ല. എവിടെ പോയി വിളിക്കും? നാണോ ഇല്ലല്ലോ കുട്ടികളോട് വാശി കാണിക്കാൻ. ഒന്നുമില്ലെങ്കിലും മൂന്നിനൊരു മജിസ്ട്രേറ്റ് അല്ലേ, അതിന്റെ ഒരു ഗൗരവെങ്കിലും കാണിക്കണ്ടേ? മോള് വാ. അല്ല മഞ്ജു, അവൾ ഔട്ടായതാ. സത്യത്തിൽ അവൾ ഔട്ടായതാ. അല്ല, അത് നോ ബോൾ ആണെന്ന് GK പറഞ്ഞല്ലോ. GK എവിടെ ഉണ്ടോ? എവിടെ? ഇപ്പൊ പോയതേ ഉള്ളൂ. വീട്ടീന്നേ അർജന്റായിട്ട് എത്രയെന്നോ പറഞ്ഞ് കോള് വന്നു. അതാ. എന്നിട്ട് വീട്ടിൽ നിന്നും ആരും ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടില്ലല്ലോ. മഞ്ജു ശ്രദ്ധിച്ചു കാണില്ല. ഈ GK ഒരു പിടിതരാത്ത ആളാണല്ലോ മൂന്ത. പാരയാവോ? ഏയ്, ആള് ഡീസന്റ്, എന്നെ പോലെ തന്നെയാ. അതേമ്മേ, GK നല്ല ആളാ. എനിക്ക് ഈ അങ്കിളിനേക്കാളും ഇഷ്ടം GK യാ. ബാ. മൂക്ക് GK ആണ് കൂടുതൽ ഇഷ്ടം പറഞ്ഞാലേ മൂന്നിനങ്ങളിന് വിഷമാവില്ലേ? ഞാനെന്തിനാ വിഷമിക്കുന്നേ? അല്ലേ, അമ്മു അവനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതെന്താ? അവനെ GK വെറൊരു പാവാ. ഇവളെ എന്തു പറഞ്ഞാലും അവൻ കേക്കും. അല്ലേ ഇവളെ? എന്നെ പോലെ സ്ട്രിക്റ്റ് ആയവരെ ഇവക്ക് പിടിക്കില്ലല്ലോ, അല്ലേ? അയ്യടാ, ഒരു സ്ട്രിക്റ്റ് ആയ ആള്. വാ. ഇവനെവിടെ പോയി? ഇവിടെ ഇല്ലല്ലോ. ഇതിങ്ങനെ ഉറങ്ങി ഓടിയവൻ. എന്താ മൂന്ത? ഒന്നുമില്ല, ഒരു പല്ലിയെ കണ്ട് പേടിച്ചതാ. കഷ്ടം. ഒരു പല്ലിയെ പോലും അങ്കിളിന് പേടിയാണോ? ഞാൻ വന്നെടുത്ത് കളയാം. ഏയ്, വേണ്ട, ഞാൻ എടുത്ത് കളഞ്ഞോളാം. മോളെ കളിച്ച് വേർതിരിക്കല്ലേ. അമ്മയുടെ കൂടെ ചെന്നിട്ടേ കുളിച്ച് ഫ്രഷ് ആവേ. പല്ലിയെ കിട്ടിയോ? ആ, കിട്ടി. മോള് വാ. നീയേ ഒരു മൈസ്രേട്ടനെ കൊണ്ടാ നുണ പറയിപ്പിച്ചിരിക്കുന്നേ. എന്തിനാണെങ്കിലും നാടകം കളിക്കുന്നത്? നിനക്കറിയില്ലേ, ഞാൻ അമ്മൂനെ പരിചയപ്പെട്ടത് അവളുടെ അച്ഛനായിട്ടായിരുന്നെങ്കിൽ അവൾ എന്റെ മുഖത്ത് പോലും നോക്കില്ലായിരുന്നു. ഇപ്പോ അവൾ എന്നെ കാണുന്നത് അവളുടെ കൂട്ടുകാരനായിട്ടാ. എന്നെ അവള് കുറച്ചുകൂടി മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അവളോട് സത്യങ്ങളൊക്കെ പറഞ്ഞോളാം. അവളോട് നീ നുണ പറഞ്ഞേനെ അവള് നിന്നോട് ക്ഷമിക്കൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അറിയില്ല, പക്ഷേ അമ്മു എനിക്ക് പറയാനുള്ളത് കേൾക്കെങ്കിലും ചെയ്യുമെന്ന എന്റെ പ്രതീക്ഷ. എനിക്ക് ടെൻഷൻ അടിക്കാനൊന്നും വയ്യ. ഞാൻ അമ്മയോടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പോവാ. ഗൗരിയമ്മ അറിഞ്ഞാ അത് പ്രശ്നമാവൂലേ? അയാളെ കണക്കായി എനിക്ക് അമ്മയോട് പറഞ്ഞേ പറ്റൂ. ശരി, നീ പറഞ്ഞു. എടാ, നീ എന്ത് നോക്കിയിരിക്കടാ? അവള് വരുന്നതിന് മുമ്പ് ഇറങ്ങി പോടാ. എടാ, ഞാൻ അങ്ങോട്ട് പോവാം. പോവല്ലേ? എനിക്ക് പാരാവൂന്ന തോന്നണേ. മഹിമെങ്ങനെ അറിഞ്ഞാ തീർന്നു. ഞാൻ ആരാണെന്ന് അറിയാത്തതുകൊണ്ട് മാത്രം അമ്മ എന്നോട് സ്നേഹം കാണിക്കുന്നേ. സത്യം അറിഞ്ഞാൽ അവൾ എന്തായാലും എന്നെ വെറുക്കും. ഗൗരിയമ്മയും മുകുന്ദനും ഒക്കെ പറഞ്ഞെങ്കിലും അമ്മുവിനോട് സത്യം പറയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അമ്മേ. എനിക്കെങ്ങനെയെങ്കിലും
പ്രതീക്ഷയുടെ ഇഷ്ടം പിടിച്ചു പറ്റണം. അവൾ എന്നെ സ്നേഹത്തോടെ ഒരു വട്ടം അച്ഛാന്ന് വിളിച്ചാൽ മതി. അമ്മൂന്റെ ഇതുവരെയുള്ള കുട്ടിക്കാലം മുഴുവൻ എനിക്ക് നഷ്ടമായി. അതിന്റെ കാരണം ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ. ആ തെറ്റ് എന്റെ ജീവിതം തകർത്തു. ഒരു തരത്തില് അമ്മയുടെ അവസ്ഥയ്ക്ക് കാരണക്കാരനും ഞാൻ തന്നെയല്ലേ? മഞ്ജു പോയതിന്റെ ഷോക്കിലല്ലേ അമ്മയ്ക്കിതെല്ലാം സംഭവിച്ചത്? എന്നോട് അമ്മ ക്ഷമിക്കണം. ആ നശിച്ച രാത്രിയെക്കുറിച്ച് ഓർത്ത് ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കാനായിരിക്കും എന്റെ വിധി. ഗൗരിയമ്മ പറഞ്ഞതുപോലെ മഞ്ജു എന്നോട് ക്ഷമിക്കാതെ അമ്മു എന്നെ ഒരിക്കലും അംഗീകരിക്കില്ല. എനിക്കിപ്പോ നഷ്ടപ്പെടാനൊന്നുമില്ല. എന്റെ കുടുംബത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഞാൻ നിൽക്കുന്നത്. അതിന് എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാ. അതിന് മഞ്ജു എനിക്കൊരു അവസരം തന്നാൽ മാത്രം മതി. ലോകത്തെ ഏറ്റവും നല്ല ഭർത്താവായിട്ട് ഞാൻ ജീവിച്ചു കാണിക്കും. എനിക്ക് സംഭവിച്ച തെറ്റുകളെല്ലാം തിരുത്താൻ ഞാൻ പരമാവധി ശ്രമിക്കും. ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാ. ആഹാ, ഗിരിയേട്ടൻ രാവിലെ തന്നെ അമ്മയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയോ? ആ, മഹിമ പറഞ്ഞതുപോലെ വെറുതെ മുറിയിൽ മാത്രം ഇരുന്ന അമ്മയ്ക്ക് ബോറടിക്കില്ലേ? അതാ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോകാന്ന് കരുതിയത്. ആ, അതേതായാലും നന്നായി. ഞാൻ അമ്മയെ തിരിച്ച് ബെഡിൽ കിടത്തിക്കോളാം. വേണ്ട, കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ അകത്തേക്ക് കൊണ്ടോയിക്കോളാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ആ, ഗിരിയേട്ടൻ ഇന്ന് നേരത്തെ വരുമോ? എന്താ കാര്യം? നമുക്ക് ബീച്ചിലൊന്ന് പോയാലോ? ഒരു ചേഞ്ച് ആവില്ലേ? അല്ല, അമ്മയും കൂട്ടി പോവാം. അമ്മയ്ക്കും ബീച്ചൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് സൈറ്റിൽ കുറെ തിരക്കുകളുണ്ട്. അതൊന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഞാൻ ഇറങ്ങട്ടെ അമ്മേ. എന്ത് കഷ്ടാണല്ലേ? ഈ കുടുംബത്തിന് വേണ്ടി കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ കഷ്ടപ്പെടുക. അമ്മയെ ഈ അവസ്ഥയിലാക്കിയത് ഞാനാണെങ്കിലും ഇപ്പൊ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നില്ലേ?